السلام عليكم ورحمة الله. وعليكم السلام ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. الحمد لله നമ്മുടെ പഠന മന്ദിരത്തിൽ അൽഹംദുലില്ലാഹ് ഇന്നലെ നമുക്ക് സുന്ദരമായ ഒരു ക്ലാസ് കിട്ടി. അൽഹംദുലില്ലാഹ് ആ ക്ലാസിന്റെ എനർജി നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം. കണ്ട ഓരോ ദിവസവും നമ്മൾ ഇതുമായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വരും? നമ്മുടെ പ്രകാശം കുറഞ്ഞു വരും അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞില്ലേ, ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അത് ഇതിനകത്ത് നമുക്ക് പാഠം പഠിക്കേണ്ടത്? ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാനെ പുതുക്കണേ, വനവ്വിറു ഖുലൂബക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണേ, ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അഫ്ളൽ ദിക്ർ എപ്പോഴും പറഞ്ഞുകൊണ്ട് ഈമാൻ വർദ്ധിക്കുന്നു. അപ്പൊ അവിടെ ഒരു പാഠം പഠിക്കാനുള്ള എന്താണ്? നമ്മൾ ചില സമയങ്ങളിൽ ഈമാൻ ഹയ്യും ആവും ലോയും ആവും എന്ന് പറഞ്ഞാൽ ഈമാൻ കുറയുകയും ചെയ്യും കൂടുകയും ചെയ്യും. കുറയുമ്പോൾ ചെറിയ തെറ്റൊക്കെ ചെയ്താൽ കുഴപ്പമില്ല നമ്മുടെ മനസ്സ് പറയും, ചെറിയ തെറ്റൊക്കെ. പക്ഷെ കൂടി വയ്ക്കുമ്പോൾ ഭയങ്കര തക്കുവയായിരിക്കും. നമ്മൾ ഇബാദത്ത് ചെയ്താൽ മതിയാവുന്നില്ല, ഒരുപാട് ചെയ്യണമെന്നൊക്കെ തോന്നും. അപ്പൊ അത് എപ്പോഴും നിലനിർത്തുന്ന ഒരു പരിപാടിയാണ് ഈ ദിക്റുകളെന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാണ്, മെയിൻ ഒരു ഘടകമാണ് എന്ത്? നമ്മൾ പഠിക്കുമ്പോൾ അത് നിരന്തരം പഠനം ഉണ്ടാവണം. ഏതെങ്കിലും ഒരു പേപ്പർ, അതായത് ദീനീപരമായിട്ടുള്ളൊരു പേജെങ്കിലും വായിക്കാതെ നമ്മൾ ഉറങ്ങരുത്. അത് അല്ലാഹു തആല ആദ്യം പറഞ്ഞ പരിപാടി അത് തന്നെ. ആദ്യമേ ഇഖ്റ എന്നാ പറഞ്ഞത്, വായിക്കാനാ പറഞ്ഞത് അല്ലേ? വായിക്കുക, എഴുതുക. അപ്പം ആ ഖുർആൻ നമ്മൾ ഇമാമാക്കലാണ്. ഒരു പേജ് എടുത്ത് വെച്ച് വായിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഖുർആനെ നമ്മൾ എന്താക്കുക? ഇമാമാക്കുക. അല്ലാഹു തആല ആദ്യമേ പറഞ്ഞ പണിയാ ചെയ്യുക. അതുപോലെ എപ്പോഴും നമ്മുടെ കയ്യിൽ എന്ത് വേണം? ഒരു പേന വേണം. ഈ പേനയ്ക്ക് ഭയങ്കര മഹത്വമാണ്. കാരണം എന്താ? ആദ്യത്തെ 5 ആയത്തിൽ എന്ത് വന്നിട്ടുണ്ട്? അല്ലമ ബിൽ ഖലം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഖുറ എന്ന് തുടങ്ങിയിട്ടും അതിനകത്തൊരു ആയുധത്തിന്റെ പേര് പറഞ്ഞു. എപ്പോഴും ഒരു പേപ്പറും പേനയും വേണം. എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അറിയുന്ന കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, അറിവുകൾ എഴുതി വെക്കണം. നല്ല കാര്യങ്ങൾ ഏതിലായാലും. ഇപ്പം ദിക്റും സലാത്തും മാത്രമല്ലല്ലോ, നല്ലൊരു വയല് കേട്ടു അല്ലേ? ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹിൽ അസീം പറയുന്നു. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അസ്തഗ്ഫിറുല്ലാഹിൽ അസീം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ അള്ളാഹുവിന് പൊറുക്കലത്തോട്, പടച്ചവൻ എനിക്ക് എന്റെ പാവങ്ങൾ നീ പുറത്തു തരണേന്ന് പറയല്ലേ അല്ലേ? അത് എപ്പോഴൊക്കെ പറയും? നല്ലത് ചെയ്താലും പറയും, മോശം ചെയ്താലും പറയും. നല്ല ചെയ്താൽ എപ്പോഴാണ് പറയുന്നത്? നിസ്കരിച്ച ഉടനെ നമ്മൾ പറയും അസ്തഗ്ഫിറുല്ലാഹ്. ഏറ്റവും വലിയ നല്ല കാര്യം ചെയ്തിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. എന്നാൽ ഒരു തെറ്റ് ചെയ്താലോ അപ്പോഴും നമ്മൾ എന്ത് പറയും? അസ്തഗ്ഫിറുല്ലാഹ്. ഈ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅല അല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വമിൻ കുല്ലി ളീഖിൻ മഖറജൻ